welcome to Twinkle Time Thoughts. പന്നികളും ചെന്നായയും. പണ്ടൊരിടത്ത് 3 പന്നിക്കുട്ടികളുണ്ടായിരുന്നു. അവർ മൂവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കൽ അവർ യാത്ര ചെയ്ത് മനോഹരമായൊരു കുന്നിൻ ചെരുവിലെത്തി. ആ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ അവർക്കവിടെ കുറച്ചു ദിവസം താമസിക്കാൻ തോന്നി. എന്നാൽ അവിടെ ദുഷ്ടനായ ഒരു ചെന്നായയും താമസിച്ചിരുന്നു. ഇതറിയാതെ പന്നിക്കുട്ടികൾ വീട് പണിയാൻ ആരംഭിച്ചു. 3 പന്നിക്കുട്ടികളും വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ 3 പേരും 3 വ്യത്യസ്തങ്ങളായ വീടാണ് പണിതത്. ആദ്യത്തെ 2 പന്നിക്കുട്ടികൾക്കും കളികളിലായിരുന്നു താല്പര്യം. എന്നാൽ 3ാമത്തെ പന്നിക്കുട്ടി കഠിനാധ്വാനിയായിരുന്നു. ആദ്യത്തെ പന്നിക്കുട്ടി കുന്നിൻ്റെ മുകളിൽ ചുറ്റും കണ്ട കുറച്ച് പുല്ലുകൾ ശേഖരിച്ച് അതുകൊണ്ട് വീട് പണിതു. അത് കണ്ട മറ്റ് പന്നിക്കുട്ടികൾ പറഞ്ഞു, പുല്ലുകൊണ്ടുള്ള വീടിന് ബലം കുറവായിരിക്കും, അതിൽ താമസിച്ചാൽ സുരക്ഷിതമായിരിക്കില്ല. എന്നാൽ അവനത് കാര്യമായി എടുത്തില്ല. മറ്റു 2 പന്നിക്കുട്ടികളും വീടുണ്ടാക്കിയപ്പോൾ അവൻ കളിക്കാൻ തുടങ്ങി. 2ാമത്തെ പന്നിക്കുട്ടി അടുത്തുള്ള മുളങ്കാട്ടിൽ പോയി അവിടെ നിന്നും മുളങ്കമ്പുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു. മുളങ്കമ്പ് കൊണ്ട് വീട് പണിയാൻ തുടങ്ങി. ആദ്യത്തെ പന്നിക്കുട്ടിയേക്കാൾ സമയമെടുത്തായിരുന്നു 2ാമത്തെ പന്നിക്കുട്ടി വീട് പണിതത്. എന്നാൽ ആ വീടിനും വേണ്ടത്ര ഉറപ്പുണ്ടായിരുന്നില്ല. ഇത് കണ്ട 3ാമത്തെ പന്നിക്കുട്ടി പറഞ്ഞു, ഈ വീടിനും ബലം കുറവാണ്, അതുകൊണ്ട് തന്നെ ഇതിലെ താമസവും സുരക്ഷിതമായിരിക്കുകയില്ല. എന്നാൽ അവൻ്റെ വാക്കുകൾക്ക് ആ പന്നിക്കുട്ടി വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. 2 പന്നികളും വീടുപണി പൂർത്തിയാക്കി പലതരം കളികളിൽ മുഴുകിയപ്പോഴും 3ാമത്തെ പന്നിക്കുട്ടി തൻ്റെ വീടിൻ്റെ പണിപ്പുരയിലായിരുന്നു. അവൻ തൻ്റെ വീട് പണിതത് കല്ലുകൾ കൊണ്ടായിരുന്നു. ദിവസങ്ങളെടുത്തായിരുന്നു അവൻ ഉറപ്പുള്ള തൻ്റെ വീട് പൂർത്തിയാക്കിയത്. 3ാമത്തെ പന്നിയും വീടുപണി പൂർത്തിയാക്കിയതോടെ 3 പേരും ഒരുമിച്ച് കളിച്ചുല്ലസിച്ച് ആ കുന്നിൻ ചെരുവിൽ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ആ കുന്നിൻ ചെരുവിലൂടെ പോയ ചെന്നായ 3 പന്നിക്കുട്ടികളും കളിക്കുന്നത് കാണാനിടയായി. പന്നികളെ കണ്ടപ്പോൾ ചെന്നായ കരുതി, നല്ല തടിച്ചു കൊഴുത്ത പന്നികൾ, ഈ 3 പന്നികളെയും കിട്ടിയാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആഹാരം തേടി അലയേണ്ടി വരികയില്ല. ചെന്നായ ഉടൻ തന്നെ പന്നിക്കുട്ടികളുടെ നേർക്ക് ചാടി വീണു. ചെന്നായെ കണ്ട് ഭയന്നു വിറച്ച പന്നിക്കുട്ടികൾ അവരവരുടെ വീടുകളിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. ചെന്നായ ആദ്യം പോയത് പുല്ലുകൊണ്ട് മേഞ്ഞ പന്നിയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ ചെന്ന് വാതിൽ മുട്ടി. ഭയന്നു വിറച്ച പന്നിക്കുട്ടി തൻ്റെ വീട് സുരക്ഷിതമായിരിക്കുമെന്ന് കരുതി വീട്ടിനകത്ത് ഒളിച്ചിരുന്നു. എന്നാൽ ചെന്നായ അധികം പ്രയാസമൊന്നും കൂടാതെ തന്നെ ആ വീട് തകർത്തകത്ത് കയറി. ഭയന്ന് വിറച്ച ആ പന്നിക്കുട്ടി 2ാമത്തെ പന്നിക്കുട്ടിയുടെ മുള കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ അഭയം തേടി. എന്നാൽ ചെന്നായ അവിടേക്ക് പാഞ്ഞു. 2 പന്നിക്കുട്ടികളും മുള കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ സുരക്ഷിതരാണെന്ന് കരുതി. ചെന്നായ ആ വീടിൻ്റെ വാതിലിൽ മുട്ടി. തുടർന്ന് ആ വീടും തകർത്തു. ഭയന്ന് വിറച്ച 2 പന്നിക്കുട്ടികളും കൂടി 3ാമത്തെ പന്നിയുടെ വീട്ടിൽ അഭയം തേടി. 3 പന്നികളും കൂടി ഭയന്ന് വിറച്ച് ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച വീട്ടിലിരുന്നു. അവിടെയും എത്തിയ ചെന്നായ വാതിലിൽ മുട്ടി. തുടർന്ന് വീട് തകർക്കാനുള്ള ശ്രമവും തുടങ്ങി. എന്നാൽ ചെന്നായയ്ക്ക് ആ വീട് തകർക്കാൻ കഴിഞ്ഞില്ല. പലതവണ ശ്രമിച്ചിട്ടും നടക്കാത്തതിനെ തുടർന്ന് ചെന്നായ വീടിന് ചുറ്റും നടന്നു നോക്കി. അപ്പോഴാണ് വീടിൻ്റെ ചിമ്മിണി ചെന്നായ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഒന്നും ചിന്തിക്കാതെ ചെന്നായ ചിമ്മിണി വഴി വീടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു. എന്നാൽ ചിമ്മിണി വഴി ഇറങ്ങിയ ചെന്നായ അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന വെള്ളത്തിൽ വീണു. തിളച്ച വെള്ളം ദേഹത്ത് വീണപ്പോൾ അത് ജീവനും കൊണ്ടോടി. ചെന്നായ പോയി കഴിഞ്ഞപ്പോൾ മറ്റു 2 പന്നികളും കൂടി 3ാമത്തെ പന്നിയോട് പറഞ്ഞു, സുഹൃത്തേ, ഞങ്ങളോട് ക്ഷമിക്കൂ. വീട് പണിതപ്പോൾ ഞങ്ങൾ നിന്റെ വാക്കു കേട്ടില്ല. എങ്ങനെയും വീട് പണി തീർത്ത് കളിക്കാനായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. നീ അപ്പോഴും കഷ്ടപ്പെട്ട് ഉറപ്പുള്ള ഈ വീട് പണിതു. അതുകൊണ്ടാണ് നമുക്ക് 3 പേർക്കും നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇനി ഒരിക്കലും ഞങ്ങൾ മടിയന്മാരാകില്ല. ഞങ്ങൾക്ക് നിന്റെ വീട്ടിൽ അഭയം തന്നതിന് നന്ദി. അങ്ങനെ 3 പന്നികളും സന്തോഷത്തോടെ വളരെ കാലം അവിടെ കഴിഞ്ഞു. പിന്നെ ഒരിക്കലും ചെന്നായ പന്നിക്കുട്ടന്മാരുടെ വീടിൻ്റെ പരിസരത്ത് പോലും പോയില്ല. ഗുണപാഠം: കഠിനാധ്വാനത്താൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും വെറുതെയാകില്ല. Thank you for watching. Please like, subscribe our channel.